അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അടിവാരം വൈബ്. ചാനലിൻ്റെ പേരൊക്കെ മാറ്റി വരെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലേ. റെയിൻബോ വ്ളോഗ് അടിവാരം വൈബൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അതിനുശേഷം ആദ്യമായിട്ട് തന്നെ ഞാൻ ഇങ്ങനൊരു ഡേ മൈ ലൈഫ് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു മോർണിംഗ് റൊട്ടീനായിട്ട് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. എൻ്റെ രാവിലത്തെ ചില കാഴ്ചകളാണ് കേട്ടോ ഇത്. എണീക്ക്, നേരം വെളുത്തു, എണീക്ക്. എൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ല കോൾഡ് പിടിച്ചിട്ടുണ്ട്, സൗണ്ടൊക്കെ ആകെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല തണുപ്പല്ലേ, തണുപ്പായിട്ടുള്ള പ്രശ്നങ്ങളാണ്, അലർജീൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് സൗണ്ട് കുറച്ച് ഡള്ളാണ്, ക്ഷമിക്കട്ടോ. അലർജി പ്രശ്നം അതുപോലെ തന്നെ കഫത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ലൊരു ഒറ്റമൂലി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യാണ്. ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നതിൻ്റെ അളവ് നമുക്ക് കുറക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ചെയ്താൽ കുറച്ച് വെള്ളത്തിൽ തുളസിൻ്റെ ഇലയും അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഈ തിളപ്പിച്ച വെള്ളം ചെറിയ ചൂടോടുകൂടി കുടിക്കുകയാണെങ്കിൽ ഒരുപാട് ആശ്വാസം ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ നേരെ അലക്കാനായിട്ട് വാഷിംഗ് മെഷീൻ്റെ അടുത്തേക്ക് പോയി. അലക്കൽ ഡ്യൂട്ടി വേഗം പെട്ടെന്നുണ്ട് കഴിക്കും കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്ടടയാണ്. അപ്പോൾ മാവൊക്കെ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഇഷ്ടമാട്ടോ എല്ലാവർക്കും ഓട്ടട. ഇവിടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ സൈഡായിട്ട് ഞാൻ ഇവിടെ ചട്ടിനി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇത് തമ്മിൽ. ദോശയുടെ പോലെ തന്നെ. പിന്നെ നമ്മുടെ മിയാസ് മുഹമ്മദ് ചെടിയൊക്കെ നനയ്ക്കുന്നുണ്ട് കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് അവനാട്ടോ ഇപ്പോൾ ചെടിയൊക്കെ നനയ്ക്കല്. ചായയുടെയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കും കേട്ടോ കുട്ടികളെ ഒപ്പൊക്കെ. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു പ്ലാന്റ് പരിചയപ്പെടുത്തി തരട്ടോ. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാറില്ല. എൻ്റെ വീട്ടിൽ ഒരു 2 ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇത് ഒരു റെഡിഷ് കളറായിട്ടൊക്കെ വരും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. ഈ പ്ലാന്റിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകളാണ് കേട്ടോ അതൊക്കെ, ഈ കാണുന്നതൊക്കെ. ഇത് വലിയ പ്ലാന്റ് ആവുന്നതാണ്, ചെറിയ ചെറിയ തൈകളാണ്. നമ്മുടെ ഈത്തപ്പഴക്കുരു മുളച്ച് നിൽക്കുന്ന പോലെയൊക്കെ കണ്ടാൽ തോന്നും. വലിയ പ്ലാന്റ് ആവുന്നതാണ്. പിന്നെ വെയിലുണ്ടായപ്പോൾ കുറച്ച് ഗോതമ്പുണ്ടായിരുന്നു, അതൊക്കെ കഴുകി ഞാനും ഷിനും കൂടിയാണ് കേട്ടോ കഴുകിയത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും അവളും കൂടിയൊക്കെ ഇങ്ങനെ കഴുകിയിട്ട് അത് ഉണക്കാനിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മീറമോൾ ഇതവിടെ കുളിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അവളെ കുളിപ്പിച്ച് കൊടുക്കണം. തലയിൽ എണ്ണയൊക്കെ ഇട്ടിട്ട് അവളെ കുളിപ്പിച്ച് ഒന്ന് സെറ്റാക്കണം. കുട്ടികളൊക്കെ കുളിച്ച് ഒരുങ്ങുമ്പോൾ തന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയണ പോലൊരു ഫീലിംഗ് ആട്ടോ. അവളെ കുളിപ്പിച്ച് സുന്ദരിയാക്കി എന്നിട്ട് ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അതിനിടയിൽ ഷിനു ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അവളെ സ്വന്തം റെസിപ്പി കേട്ടോ. ചപ്പാത്തിയിൽ തേന് പുരട്ടുക, എന്നിട്ട് കോക്കനട്ട് ഇട്ടിട്ട് റോളാക്കുക കേട്ടോ. അവൾ കണ്ടുപിടിച്ചതാണ്. സംഭവം നല്ല ടേസ്റ്റാണ്. ടേസ്റ്റൊന്നും കുറവ് വരില്ല, തേനും അതുപോലെ തേങ്ങയൊക്കെ അല്ലേ. പിന്നെ ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. ചോറ് ഇവിടെ റൈസ് കുക്കറിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇന്ന് ഫിഷ് കറിയാണ് ഉച്ചക്ക്. അപ്പോൾ മാന്തൾ മീനാണ് കേട്ടോ. ഇത് പൊരിക്കും ചെയ്യാമെന്ന് വിചാരിച്ച് അത് ഫ്രൈ ചെയ്യുന്നുണ്ട്. നല്ല കുട്ടിയല്ലേ ഒക്കെ എടുത്തുവെച്ചാ എല്ലാവരും എടുത്തുവെച്ചാ. ആദ്യം കുറച്ച് മടിയൊക്കെ കാട്ടിയെങ്കിലും പിന്നെ അവളൊക്കെ ഒറ്റയ്ക്ക് എടുത്തു വെച്ചിട്ടോ. ഇമ്മ തുടക്കാൻ വരികയാണെന്നൊക്കെ പറഞ്ഞ് മുഴുവൻ ഞാൻ കൊണ്ടുപോയിടുന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഒറ്റയ്ക്ക് എടുത്തു വെച്ചിട്ടോ. ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ രാവിലത്തെ കാഴ്ചകൾ കേട്ടോ. രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.